നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഒരിക്കൽ മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിസാനുൽ ആകിലി മിൻ വറാഇ ഖൽബിഹി ഫഇദാ അറാദൽ കലാമ തഫക്കറ. ബുദ്ധിശാലിയുടെ നാവ് അയാളുടെ ഹൃദയത്തിന്റെ പിറകിലായിരിക്കും. സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അയാൾ ഹൃദയത്തോട് സമ്മതം ചോദിക്കും. അനുവദിച്ചാൽ മാത്രം സംസാരിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. വഖൽബുൽ അഹ്മഖി മിൻ വറാഇ ലിസാനിഹി ഫഇദാ അറാദ അൻ യഖൂല ഖാല. എന്നാൽ അവിവേകിയുടെ ഹൃദയം അയാളുടെ നാവിൻ തുമ്പിലായിരിക്കും. ഹൃദയത്തിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കുകയില്ല. നാവിൽ തോന്നുന്നതെല്ലാം അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണിത്. നാവിനെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുന്നവരാണ് ഇഹപര വിജയം കരസ്ഥമാക്കുന്നവർ. വായിൽ തോന്നിയത് എല്ലാം വിളിച്ചു പറഞ്ഞു നടക്കുന്നവർ പരാജയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. നാവ് വിഷസർപ്പത്തിന് സമാനമാണ്. അതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ അത് മറ്റുള്ളവരെ സർപ്പത്തേക്കാൾ കൂടുതൽ ഉപദ്രവിക്കുന്നതാണ്. അങ്ങനെ ജനങ്ങളെ നോവിക്കുന്നവർ, ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ നാശത്തിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ഹുമസ തുടങ്ങുന്നത് തന്നെ അപ്രകാരം ഒരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ടാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹുമസയിൽ കൂടി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ജനങ്ങളെ കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് നാശം. അല്ലാഹു തആല നാവിനെ സൂക്ഷിക്കുന്ന ബുദ്ധിമാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.